ഓർഗനൈസർ മീൻസ് പെൻ ഹോൾഡർ എന്നൊക്കെ പറയാം. അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സെൻസഡൈൻ്റെ പേസ്റ്റ് ബോക്സ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ പേസ്റ്റ് ബോക്സിൻ്റെ ഫ്രണ്ട് വശത്ത് നമ്മളിങ്ങനെ പൊട്ടിച്ചാലല്ലേ നമുക്ക് പേസ്റ്റ് മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ പൊട്ടിച്ചു. അതിന് ശേഷം അത് ഒട്ടിക്കുന്നതാണ്. അങ്ങനെ ഒട്ടിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തത് ഫെവിഗമ്മാണ് കേട്ടോ. ചൈൽഡ് സേഫാണ്. അത് നല്ല രസമാണ് ഒട്ടും. പിന്നെ ഞാൻ പേപ്പറോട് ഒട്ടിച്ച് നോക്കി, അത് ശരിയാവാത്തത് കൊണ്ട് ഞാൻ സെല്ലോ ടേപ്പ് തന്നെ ഒട്ടിച്ചു. അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടും ചെയ്യും, നിങ്ങൾക്ക് വീഡിയോയിൽ പെട്ടെന്ന് കാണാനും പറ്റും. അത് കാരണം കൊണ്ട് ആട്ടോ ഞാൻ അങ്ങനെ ഒട്ടിച്ചത്. പിന്നെ എനിക്ക് അത്രയും ക്ഷമയൊന്നുമില്ലല്ലോ, അത് കാരണം കൊണ്ട്. എന്നിട്ട് ഇതുപോലെ ഇപ്പോൾ പുത്തൻ ബോക്സ് പോലെയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അവിടെ നമ്മുടെ പല്ലിന് ചിഹ്നം കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടെയായിരുന്നു ചെയ്യേണ്ടത്. ഞാൻ ഇനി മുമ്പ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ചെയ്തു പോയി. അപ്പം ആ ഒരു ടീത്തിൻ്റെ അതെന്ന് പറയുന്നത് കറക്റ്റ് നടുവ് പോർഷനായിരുന്നു. ബട്ട് എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് ഇത്തിരി ഇതാണ്. അപ്പോൾ അത് എനിക്കധികം ബുദ്ധി വന്നില്ല. അപ്പോൾ ആ സമയത്ത് ഉണ്ടായതായിരുന്നു ഈ ഒരു പ്രശ്നം. എന്നിട്ട് പിന്നെ ഞാൻ മാറ്റിയിട്ട് വീണ്ടും ആ സൈഡ് കൂടെ വരച്ചു. അപ്പോൾ ഈ നടുവിലൂടെ വരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇത് കിട്ടും, നമുക്ക് സെൻറ്ററായിട്ട് കിട്ടും. അത് കാരണം കൊണ്ടാട്ടോ ഞാൻ സെൻറ്റർ എന്ന് പറഞ്ഞത്, ആ ടീത്തിൻ്റെ ആ ഒരു ഭാഗം പറയാനുള്ള കാരണം. അപ്പോൾ ഇങ്ങനത്തെ സെൻറ്റർ മനസ്സിലാവുന്ന ഏതെങ്കിലും പേസ്റ്റിൻ്റെ ബോക്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ടർ ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണ്. എൻ്റെ കയ്യിൽ കട്ടറൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഞാൻ ആദ്യം കത്രി കൊണ്ട് മുറിച്ചില്ലാത്ത കത്തി കിട്ടും, ഇങ്ങനെ മുറിക്കാൻ പറ്റുന്ന കത്തി തന്നെയായിരുന്നു. അപ്പോൾ അതേ കട്ട് ചെയ്യാണ്, നല്ല സിമ്പിളായിരുന്നു കട്ട് ചെയ്യാൻ. അപ്പോൾ പാർട്ട് 2 ആണ് ഇത്. ഇനി നമ്മൾ ആ സൈഡിലൊക്കെ